മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ എൻ്റെ യാത്രക്കിടയ്ക്ക് മിനിഞ്ഞാന്ന് 2 ദിവസം മുമ്പ് തഥാതൻ സ്വാമിയുടെ ഒരു ടെലിഫോൺ കോൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരെന്നെ അന്ന് കാണാൻ വന്നിരുന്നു പ്രഭാഷണ വേദിയിൽ. തഥാതൻ സ്വാമി പറഞ്ഞു, 2018 ഒരു ഗായത്രി യാഗം നടത്തണം. അതിന് ഗോപാലകൃഷ്ണൻ സാറ് മുമ്പിൽ വരണം, ഗായത്രിയുടെ മഹത്വവും യാഗത്തിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞു തരണം. സൗകര്യമുള്ള ഒരു ദിവസം വലിയൊരു പരിപാടി വെച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് വിവരണങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാൻ സ്വാമിയോടൊന്നും പറഞ്ഞില്ല, ശിഷ്യന്മാരോട് പറഞ്ഞു. 21ാം നൂറ്റാണ്ട് യാഗം നിരന്തരം നടത്താനുള്ള ഒരു കാലഘട്ടമല്ല. യാഗത്തിൻ്റെ കാലമൊക്കെ മാറിയിരിക്കുന്നു. പക്ഷെ യാഗം, ഗായത്രി യാഗമായാലും ധർമ്മസൂയ യാഗമായാലും ഏത് യാഗമായാലും അതിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിക്കാൻ സാധിച്ചാൽ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും ഈശ്വരവിശ്വാസികളും നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാ മതത്തിലുള്ളവരും വേണം. അത് കഴിഞ്ഞ പ്രാവശ്യം തഥാതൻ സ്വാമിയുടെ ആശ്രമത്തിൻ്റെ കീഴിൽ, വണ്ടിത്താവളത്ത് എന്നുള്ള ആശ്രമത്തിൻ്റെ കീഴിൽ ധർമ്മസൂയ നടന്നപ്പോഴത്തേക്കും ധാരാളം മുസ്ലിങ്ങൾ പൊള്ളാച്ചി, കോയമ്പത്തൂർ ഭാഗത്തിൽ നിന്ന് വന്നിരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ നാടിൻ്റെ പൈതൃകം എല്ലാവരുടേതുമാണ്. ആരെ വേണമെങ്കിൽ ആരാധിച്ചോട്ടെ. നമ്മളുടെ അമ്മ തന്നെയാണ്. എല്ലാവരുടെയും അമ്മയാണെങ്കിൽ എല്ലാവരുടെയും അമ്മ തന്നെയാണ്. അതേപോലെ നമ്മുടെ സംസ്കാരം എല്ലാവരുടേതുമാണ്. ആ സംസ്കാരത്തിൽ യാഗം നടത്തുന്നതിലും മന്ത്രം ആലപിക്കുന്നതിലും വേദകാര്യങ്ങൾ ചെയ്യുന്നതിലും എല്ലാവരെയും പങ്കെടുപ്പിക്കുമെങ്കിൽ ഈ ഗായത്രി യാഗം അല്ലെങ്കിൽ ധർമ്മസൂയ യാഗം നല്ലതാണ്. അതിൽ ആത്മീയതയുണ്ടോ, സ്വർഗത്തിലേക്ക് പോവോ, പാപം ഇല്ലാതെയാവോ, അതൊന്നുമല്ല ഇമ്പോർട്ടൻ്റ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഈ ഒന്നിൻ്റെ പേരിൽ സാംസ്കാരികമായ പൈതൃകത്തിൻ്റെ പ്രായോഗിക വശത്തിലേക്ക് പോകുമ്പോൾ ആ പ്രായോഗിക അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയിൽ എല്ലാ ഭാരതീയരെയും 127 കോടി ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു യജ്ഞമായിട്ട് ഇത് മാറിയാൽ, ഇപ്പൊ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവരും ഒരുമിച്ച് വരും, പക്ഷെ ഒരു ചെറിയ റിച്വൽ മാതിരിയായി പോകുന്നു. അതാണ്. അല്ലെങ്കിൽ ഓണത്തിന് എല്ലാവരും ഒരുമിച്ച് വരും, അത് ആഹ്ലാദവും പലപ്പോഴും പലരും വെള്ളോടിയും ബാക്കിയുള്ളതിനൊക്കെ ഉള്ളതായി മാറുന്നു. മനസ്സിലെ ഐക്യം പലപ്പോഴും അവിടെ വരുന്നില്ല. കുറച്ചൊക്കെ വരുന്നുണ്ടാവും കേട്ടോ. പക്ഷെ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ കുറെ കൂടി ഡീപ്പാണ്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒത്തുചേർക്കാനും ഒരു 1.5 വർഷത്തെ പ്രിപ്പറേഷനിലൂടെ ഭാരതത്തിലെ രാഷ്ട്രീയക്കാരെയും അല്ലാത്തവരെയും ആത്മീയതയിൽ താല്പര്യമുള്ളവരെയും ഇല്ലാത്തവരെയും ഉയർന്നവരെയും താഴ്ന്നവരെയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ഒരു ഗായത്രി യാഗം നടത്തുകയാണെങ്കിൽ യാഗത്തിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ടാവുന്ന ഐക്യത്തിൻ്റെ മഹത്വം അതിന്ന് നല്ലോണം പ്രകടമാണ്, വളരെ നന്നായിട്ട് പ്രകടമാണ്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ തന്നെ ഒരാൾ ഫോണിൽ അറിയിച്ചു, സാറിനാണ് ഈ വർഷത്തെ ശ്രീനാരായണ ഗ്ലോബൽ മിഷന്റെ അവാർഡ് എന്ന് പറഞ്ഞ് എന്നെ അറിയിച്ചു. ഔദ്യോഗികമായിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നി കഴുത്തിൽ പൂണൂലിട്ട് മറ്റുള്ളവരുടെ ഭാഷയിൽ സവർണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, വേദം പഠിക്കാൻ ഭാഗ്യം കിട്ടി, വേദം 42 വർഷമായിട്ട് നിരന്തരം ചൊല്ലുന്നൊരു വ്യക്തി, ആ വ്യക്തിക്ക് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ് ധന്യമായ സന്ദേശം കൊടുത്ത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകുവിൻ, സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്ന
162 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ അവതരിച്ച് കുറേയധികം മാറ്റങ്ങൾ വരുത്തിയ ശ്രീനാരായണ ഗുരുദേവന്റെ ഓൾ വേൾഡ് പ്രതിനിധീകരിക്കുന്ന ശ്രീനാരായണ ഗ്ലോബൽ മിഷന്റെ ഒരു അവാർഡ് ഫോണിൽ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. എനിക്ക് യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടാ കേട്ടോ, ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരില് ജനുവരി മാസം 7-ാം തീയതി തിരുവമ്പാടി അമ്പലത്തിലെ ഓഡിറ്റോറിയത്തില് സാറിന് അവാർഡ് തരുന്നുണ്ട്. ആ ദിവസം മറ്റ് പ്രോഗ്രാമുകൾ എടുക്കരുത് എന്നറിയിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വരി പറഞ്ഞത്. ഒരു പക്ഷെ എനിക്കായിരിക്കില്ല, ആണോ എനിക്ക് ഉറപ്പൊന്നുമില്ല, എനിക്ക് ഔദ്യോഗികമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എൻ്റെ പേര് അവാർഡിന് നോക്കണമെന്ന് പറഞ്ഞല്ലോ. സാധാരണഗതിയിൽ അവാർഡോ പൊന്നാടയോ ബൊക്കെയോ ഒന്നും വാങ്ങിക്കാറില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയ ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകം എന്ന പ്രാർത്ഥന ഏത് പ്രഭാഷണത്തിലും ജനം ടിവിയിലെ ഈ ധർമ്മ സന്ദേശത്തിലും ഭഗവത്ഗീത പറയുമ്പോൾ പോലും ഞാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞിട്ടാ പോവാ. ഈ മാസം 23-ാം തീയതി എറണാകുളത്തെ പാലാരിവട്ടത്തിലുള്ള ഹരിഹരസുധ ക്ഷേത്രത്തില് ഭഗവത്ഗീതയും ശ്രീനാരായണ ഗുരുദേവനും എന്നാണ് എൻ്റെ പ്രഭാഷണ വിഷയം. അപ്പൊ ഞാൻ അത്രയും അധികം ആരാധിക്കുന്ന അവതാരമായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ കീഴിലുള്ള ഒരു പത്രമാണെങ്കിലും അവാർഡാണെങ്കിലും എന്താണെങ്കിലും അത് നൽകാൻ യോഗ്യതയുള്ള വ്യക്തി ഗോപാലകൃഷ്ണനാണെന്ന് ചിലരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവാർഡ് കമ്മിറ്റിയുടെ മനസ്സിൽ തോന്നിയതിൻ്റെ ഈ ഇൻഫർമേഷൻ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഫൈനലാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു യജ്ഞത്തിൽ തഥാതൻ സ്വാമി മുമ്പോട്ട് വരികയാണെങ്കിൽ, വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളരെയധികം ദുരിതം അനുഭവിച്ച് വേദനകൾ അനുഭവിച്ച് ഇന്ന് ഭാരതത്തിനകത്തും പുറത്തും പോയിട്ട് ആ ലാളിത്യത്തോടു കൂടി തന്നെ സന്ദേശങ്ങൾ കൊടുക്കുന്ന, ഓരോ നിമിഷവും ലളിതമായിട്ട് ജീവിക്കുന്ന ആ തഥാതൻ സ്വാമിയുടെ ഈ ഗായത്രി മഹായജ്ഞം ആത്മീയത കൊണ്ട് ഭാരതീയരെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, ഇന്ത്യ ഈസ് ദ സ്പിരിച്വൽ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്, ഓൺലി സ്പിരിച്വാലിറ്റി വിൽ വർക്ക് ഇൻ ഇന്ത്യ എന്ന് അദ്ദേഹം പല പ്രാവശ്യം പറയുകയുണ്ടായി. ഈ ആത്മീയത അന്ധവിശ്വാസമില്ലാതെ, അത്യാഡംബരങ്ങളില്ലാതെ, കുറച്ച് ആഡംബരങ്ങൾ ആവശ്യമാണ്, എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ധന്യമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ എനിക്കതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ എൻ്റെ പേര് എൻ്റെ നോട്ടീസിലോ ബ്രോഷറിലോ ഒന്നും വെക്കേണ്ട. ഞാൻ പറയുന്ന നന്മ തിന്മകളുടെ പോസിറ്റീവും നെഗറ്റീവും അത് എന്നിൽ തന്നെ ഇരിക്കട്ടെ. മറ്റ് ഒരു സംഘടനയ്ക്കോ വ്യക്തിക്കോ അത് പോവേണ്ട, അതവർക്കൊരു ഭാരവുമാവണ്ട ഭൂഷണവുമാവണ്ട എന്ന് അവിടെ അറിയിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇപ്പൊ പാലക്കാട് യാത്രയിലെ 3ാമത്തെ അവിസ്മരണീയമായിട്ടുള്ള അനുഭവമായിരുന്നു. ഇങ്ങനെ ഒരെണ്ണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.